കാലിക്കറ്റിലെ ഇപ്പം കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ 2 ഫാക്ടേഴ്സാണുള്ളത്. ഒന്ന് അതിൻ്റെ കൺസ്ട്രക്ഷനും ആ ഇൻവെസ്റ്റർ സ്വന്തം എഫേർട്ടിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഇൻവെസ്റ്റർ സ്വന്തം ചെയ്യേണ്ട കാര്യങ്ങളിലും മറ്റും അത് അവരുടെ എവിടെയായാലും അവരുടെ സ്പീഡ് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പോവുക. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്ന് മേജർ ഒരു സാധനം അപ്രൂവൽ അല്ലെങ്കിൽ അതിൻ്റെ പെർമിഷൻ സൈഡാണ്. പെർമിഷൻ സൈഡും മറ്റും നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എപ്പോഴും കേരളത്തിലെ ബാക്കി സിറ്റീസിനേക്കാളും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. എപ്പോഴും ഒരു കൊളാബറേറ്റീവ് അപ്രോച്ച്, ഇപ്പം കോഴിക്കോട് കോർപ്പറേഷൻ ആണെങ്കിലും ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ആണെങ്കിലും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും എല്ലാവരുമായിട്ടും നമ്മൾ നിരന്തരം ഇൻട്രാക്ട് ചെയ്യുകയും ഇത്തരം രംഗത്തുള്ള പ്രശ്നങ്ങൾ സംസാരിക്കുകയും അതിൽ സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്രൂവലിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ഓട്ടോമാറ്റിക് അപ്രൂവൽ, നമ്മളിപ്പോൾ AI എന്നൊക്കെ പറയുന്ന ഒരു കാലത്താണ് ഇപ്പോൾ ഉള്ളതെങ്കിലും ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോമേറ്റഡ് പ്ലാൻ ചെക്കിംഗ് സിസ്റ്റം കാലിക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ജെന്യൂനായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റവും ഹാൻഡ് ഹോൾഡിംഗ് സിസ്റ്റവും ഒക്കെ ഇവിടെ ഉണ്ട്. അത് ബാക്കിയുള്ള സിറ്റീനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഡിഫറൻസ് തന്നെയാണ്.